ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 പിക്ചേഴ്സ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഡിസംബർ 24th എനർജി എന്താണ്. ട്യൂസ്ഡേ. താങ്ക് യു. പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ എനർജീസ് എന്താണ്. താങ്ക് യു. താങ്ക് യു. 8 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഈ ഒരു 8 ഓഫ് സോഡ്സ് വന്നിട്ട് സെൽഫ് ഡൗട്ടാണ്. നിങ്ങളെ ഡൗട്ട് ചെയ്യുക, നിങ്ങളെടുക്കുന്ന ഡിസിഷൻസ് ഡൗട്ട് ചെയ്യുക. അപ്പോൾ ഒരു കൺഫ്യൂഷൻ്റെ എനർജി കുറച്ച് പേരുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. എന്ത് ചൂസ് ചെയ്യണം, ഏത് പാത്ത് എടുക്കണം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ബ്ലോക്കേജ് ആയിരിക്കാം. നേരത്തെ എടുത്ത തീരുമാനം, നേരത്തെ എടുത്ത എന്തെങ്കിലും ഡിസിഷനിൽ എന്തെങ്കിലുമൊക്കെ സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും എനർജി വരുന്നുണ്ടാകാം. അപ്പോൾ അതെങ്ങനെ തരണം ചെയ്യാം, ആ ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. അപ്പോൾ നിങ്ങളോട് ഈ ഒരു ദിവസം പറയുന്നത്, നിങ്ങളുടെ ഫ്രീ വിൽ, നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഡിസിഷൻ എടുക്കാനായിട്ടുള്ള, തീരുമാനമെടുക്കാനായിട്ടുള്ള ഫ്രീ വില്ലുണ്ട്. എസ് പറയണോ നോ പറയണോ, അത് നമ്മളുടെ കയ്യിലാണുള്ളത്. അത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണം, ലേൺ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്യുക. അവിടെ നിന്ന് നോളേജ്, അറിവ് നേടിയതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ട്രഡീഷനായിട്ട്, പാരമ്പര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജിയും ആയിരിക്കാം. ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയും. വേറെ എന്ത് എനർജീസ് ആണുള്ളത് ഈ ഒരു സമയത്ത് വന്നിട്ട്. പായൽ നമ്പർ 1 എംപ്രസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇതൊരു ഡിവൈൻ ഫെമിനിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കൺഫ്യൂഷൻ ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ കുട്ടികൾ, ചൈൽഡ്, ഓക്കെ, ആ ഒരു റിലേഷൻഷിപ്പിലെ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പോൾ അത് ഇവിടെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് പഠന വിഷയമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുട്ടികളുടെ പഠന വിഷയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലേൺ ചെയ്യേണ്ടി വരുന്നുണ്ടാകാം, പുതിയതായിട്ട് പഠിക്കേണ്ടി വരുന്നുണ്ടാകാം. നിങ്ങളുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളായിക്കോട്ടെ, അവർ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അവരെ പോലെ ചിന്തിക്കുക, അല്ലെങ്കിൽ അവരെന്താണ് മനസ്സിലാക്കുന്നത്, അതെല്ലാം കുറച്ചൊന്ന് ക്രാക്ക് ചെയ്യാനായിട്ട് കുറച്ചൊരു ടൈം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ കുറച്ചൊരു പേഷ്യൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത്. അതല്ലാതെ കുറച്ച് പേർക്ക് ക്രിയേറ്റീവ് ബ്ലോക്ക് ആയിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള വർക്ക് ചെയ്യുന്നുണ്ട്, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു തുടക്കത്തിൽ ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടാകില്ലേ, അതുമായിരിക്കാം. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് തരണം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള എനർജിയാണ്. ഒത്തിരി അബണ്ടൻസ്, ഒത്തിരി സമ്പൽ സമൃദ്ധിയുടെ എനർജിയും കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി പോസിറ്റീവ് എനർജി. സഡൻ ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് എവിടെ നിന്നെങ്കിലുമൊക്കെ എന്തെങ്കിലും ഹെൽപ്പിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കാം. സഡൻ ആയിട്ടുള്ള ഒരു അറിവ്, ഓക്കെ. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു സൂര്യപ്രകാശം, ഒത്തിരി പോസിറ്റീവ് എനർജി വരുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ എനർജി ആയിരിക്കാം, നിങ്ങളിൽ നിന്ന് പോയവരുടെ എനർജി ആയിരിക്കാം. അവർ നിങ്ങളെ മുന്നോട്ട് ഗൈഡ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയം വന്നിട്ട്. ഫൈനൽ എനർജി എന്താണ്. പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ ഫൈനൽ എനർജി എന്താണ്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി. എഗെയിൻ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ വിസ്ഡം, നിങ്ങളുടെ അറിവ് യൂസ് ചെയ്യുക ഈ ഒരു ദിവസം വന്നിട്ട്. ഇവിടെയും പേഷ്യൻസ് വരുന്നുണ്ട്. കുറച്ചൊരു പേഷ്യൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. നിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ. അപ്പോൾ എഗെയിൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക ഈ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ ദിവസം വന്നിട്ട്. അതോടൊപ്പം തന്നെ നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്, ഇൻറ്റ്യൂഷൻ വന്നിട്ട് ഒത്തിരി ലൗഡല്ല. കുറച്ചൊന്ന് നമ്മൾ ബാലൻസ്ഡ് ആയിട്ടിരിക്കണം. നമ്മുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, ആ ഒരു ഹയർ സെൽഫായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങളോട് ചൂസ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്.
കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ വിസ്ഡം യൂസ് ചെയ്തിട്ട്, അറിവ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ റെക്കഗ്നിഷൻ ലഭിക്കുന്നുണ്ടാകാം, അതിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ളൊരു എന്തൂസിയാസം, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഊർജ്ജം നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ ഓവറോൾ ഇൻറ്റ്യൂഷൻ വന്നേക്കുന്ന കൊണ്ടിട്ട് ഒത്തിരി അവെയർനെസ് ഇന്നത്തെ ദിവസം വരുന്നതാണ്. പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ്, ജ്ഞാനം, അവെയർനെസ് കുറച്ച് പേരുടെ ഉള്ളിലോട്ട് വരുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയങ്ങളിലെല്ലാം ലവിങ് എനർജി, ആ ഒരു സ്നേഹത്തിൻ്റെ എനർജിയിലിരിക്കാനായിട്ട് ഈ ഒരു ദിവസം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ഹൈ പ്രീസ്റ്റസിൽ വന്നിട്ട് കുറച്ച് പേർക്ക് ഹിഡൻ ആയിട്ടുള്ള എനർജി ആയിരിക്കാം, മറിഞ്ഞിരിക്കുന്ന എനർജി ആയിരിക്കാം. നമുക്കത്ര വിസിബിൾ ആയിരിക്കത്തില്ല, നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനായിട്ട് സാധിക്കത്തില്ല. ഒൺലി നമ്മളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ട സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ അബണ്ടൻറ്റ് മെൻറ്റാലിറ്റിയിലിരിക്കുക. എല്ലാ കാര്യങ്ങളും ഒരു പോസിറ്റീവ് എനർജിയിൽ നിന്നിട്ട് നോക്കിക്കാണാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് വിഷസ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേയുടെ എനർജി എന്താണ്. ഡിസംബർ 24 ട്യൂസ്ഡേയുടെ എനർജി എന്താണ്. പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ഇവിടെ പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഒത്തിരി പവറിലിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും കോൺവെർസേഷൻ സ്കിൽസ്, നന്നായിട്ട് സംസാരിക്കാനായിട്ടുള്ള എനർജി നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാനായിട്ടായിരിക്കാം. അപ്പോൾ ഒത്തിരി കോൺവെർസേഷൻ, ഒത്തിരി കമ്മ്യൂണിക്കേഷൻ്റെ എനർജി ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ട്രൂത്താണ്, സത്യമാണ്. സത്യം പറയാനായിട്ട്, സത്യസന്ധമായിട്ടിരിക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് സത്യം, ട്രൂത്ത് നിങ്ങളുടെ മുന്നിലോട്ട് തെളിഞ്ഞു വരുന്ന ഒരു എനർജിയും ആയിരിക്കാം. കുറച്ച് പേർ എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻ, ഓഫ് കോഴ്സ് നാളെ ക്രിസ്മസ് ആണ്. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേര് സെലിബ്രേഷൻ മൂഡിലായിരിക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജിയും കുറച്ച് പേരുടെ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും പാസ്റ്റിലെ കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ ഇവിടെ ലെറ്റ് ഗോ ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. കാരണം ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ലീവ്സ്, ഇലകൾ പൊഴിഞ്ഞു വീഴുന്ന എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു എനർജി ആയിരിക്കാം. നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും എനർജീസ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ടും സ്റ്റോപ്പ് ചെയ്യാനായിട്ടും കുറച്ച് പേര് ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടാകാം. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലവേഴ്സിൻ്റെ എനർജി, കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. റിലേഷൻഷിപ്സിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ, ചോയ്സ് നിങ്ങൾ എടുക്കുന്നുണ്ടാകാം. പാസ്റ്റിൽ നിങ്ങൾ ഇമോഷൻ വച്ചിട്ട്, നിങ്ങളുടെ ആ ഒരു വൈകാരികമായിട്ടുള്ള എനർജി വെച്ചിട്ട് നിങ്ങൾ ഒത്തിരി എന്താ പറയുക തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒത്തിരി ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് പേര് അവിടെ കുറച്ചും കൂടെ ക്ലിയർ ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട്, പ്രായോഗികമായിട്ട് കുറച്ചും കൂടെ ചിന്തിക്കുന്ന ഒരു എനർജിയും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ സക്സസിൻ്റെ എനർജിയും കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് അത് ലവ് റിലേഷൻഷിപ്പിലെ ഒരു ഹീലിങ്ങിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ സക്സസ്ഫുള്ളി എന്തെങ്കിലും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. വിജയകരമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് എന്തെങ്കിലും ന്യൂ കോൺട്രാക്റ്റ്, എന്തെങ്കിലുമൊക്കെ പുതിയ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കാം. പെന്നിൻ്റെ എനർജി വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുന്ന എനർജി ആയിരിക്കാം, കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന എനർജി ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതിലൊത്തിരി സക്സസ് കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം ലഭിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ പേപ്പർ വർക്ക് ഭംഗിയായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം, പോസിറ്റീവ് ഔട്ട്കം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പ്രോസ്പെറസ് ആയിട്ടുള്ള, ഒത്തിരി അബണ്ടൻ്റ് ആയിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ടാകാം. വേറെ എന്താ എനർജി, ഫൈനൽ എനർജി എന്താണ്? താങ്ക് യു. പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ
ഓക്കെ, ഇവിടെ നമുക്ക് 3 കാർഡ് വന്നിട്ടുണ്ട്. 4 കാർഡ്. മജിഷ്യൻ, വേൾഡ്, പേജ് ഓഫ് വോൺസ്, പേജ് ഓഫ് എർത്ത്. ഓക്കെ, ഇത് ഞാൻ എടുക്കുന്നില്ല, നമുക്ക് നോക്കാം. കുറച്ചൊരു പേഷ്യൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത്. കുറച്ചൊരു ഈഗർ എനർജിയിലിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അറിയണം, എല്ലാത്തിലും ഉത്തരം വേണം. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ടാകാം നിങ്ങളുടെ ഉള്ളിൽ, അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കാം. ഫൈനൽ എനർജി പാൾ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി എഗെയിൻ ഇവിടെ റിലേഷൻഷിപ്പാണ് വന്നിരിക്കുന്നത്. റിലേഷൻഷിപ്പിൽ ഒരു ഹീലിംഗ് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇമോഷണലി കണക്ട് ചെയ്ത് നിൽക്കുന്ന, വൈകാരികമായിട്ട് എന്തെങ്കിലും എനർജിയിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളായിരിക്കാം. അവിടെ ഒരു പ്യൂരിഫിക്കേഷൻ്റെ എനർജി, ഒരു ഹീലിങ്ങിൻ്റെ എനർജി, ഒരു ശുദ്ധീകരണത്തിൻ്റെ എനർജി ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഏസ് ഓഫ് കപ്സിൽ എന്തെങ്കിലും ന്യൂ ഓഫർ, ന്യൂ എനർജി നിങ്ങളുടെ അടുത്തോട്ട് കടന്നു വരുന്നുണ്ടാകാം. കുറച്ച് പേരുടെ വിഷസ് ഇവിടെ ഫുൾഫില്ലായിട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഹാപ്പിനെസ് കൊണ്ടുവരുന്നതാണ്. ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഒത്തിരി നാളായിട്ട് നിങ്ങൾ കാണണം, സംസാരിക്കണം എന്ന് കരുതിയ വ്യക്തികളെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഐസിന്, കണ്ണുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഹീലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ ഗ്ലാസ് വാങ്ങുക, എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ഹീലിംഗ് എനർജിയും കുറച്ച് പേരുടെ ലൈഫിൽ വരുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളെ ഒത്തിരി ഗൈഡ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് തന്നെ ചോദിക്കുക എന്താണ് അതിൻ്റെ മീനിങ്. ഈശ്വരനോട് പ്രാർത്ഥിക്കുക, അതിനൊരു കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി, വ്യക്തത കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വരുന്ന സമയങ്ങളിൽ അതിനുള്ള ആൻസേഴ്സ്, അതിനുള്ള മെസ്സേജസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതാണ്. അപ്പോൾ അത് ട്രസ്റ്റ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട് ഈ ഒരു സമയം വന്നിട്ട്. കുറച്ച് പേർക്ക് കുട്ടികളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മേജറായിട്ടുള്ള ഒരു റോള് വഹിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇവരുടെ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കുന്നുണ്ടാകാം. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ ട്യൂസ്ഡേയുടെ എനർജി വന്നിട്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് വിഷസ്. നിങ്ങൾ എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.